തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ CPIM-ൽ പൊട്ടിത്തെറി. മേയർ ആര്യ രാജേന്ദ്രന് പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും തന്നേക്കാൾ താഴ്ന്നവരോട് പുച്ഛമെന്നും മുൻ കൗൺസിലർ ഗായത്രി ബാബു തുറന്നടിച്ചു. ആര്യയുടെ പെരുമാറ്റവും കഴിവുകേടുമാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാക്കിയതെന്ന് ധ്വനി ഉയർത്തുന്ന പോസ്റ്റ് വിവാദമായതോടെ ഗായത്രി ബാബു പിൻവലിച്ചു. പറയാനുള്ളത് പാർട്ടിയിലാണ് പറയേണ്ടതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ഗായത്രി ബാബുവിനെ തിരുത്തി. 56 സീറ്റിന്റെ ആധികാരികതയിൽ 5 വർഷം ഭരിച്ചിട്ടും 29ലേക്ക് പൊളിഞ്ഞു വീണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി. സർക്കാർ വിരുദ്ധ തരംഗത്തിൽ മറ്റെല്ലാത്തിനുമൊപ്പം ഒലിച്ചുപോയതാണ് തിരുവനന്തപുരവുമെന്ന് കരുതേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഗായത്രി ബാബു. പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് മേയർ ആര്യ രാജേന്ദ്രനെ. ആര്യ രാജേന്ദ്രൻ മേയറായ കൌൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു ഗായത്രി ബാബു. ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വൈകാതെ പിൻവലിച്ചെങ്കിലും അതിലുണ്ടായിരുന്നത് അതിനിശ്ചിത വിമർശനം. ആര്യ രാജേന്ദ്രൻ എന്ന പേര് പറയാതെ തന്നെ ുള്ളതെല്ലാം എഴുതി വെച്ചു ഗായത്രി ബാബു. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവം, അധികാരത്തിൽ തന്നേക്കാൾ താഴ്ന്നവരോട് പുച്ഛം, മുകളിലുള്ളവരെ കാണുമ്പോൾ അതിവിനയം. കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി ഓഫീസിനെ മാറ്റി. മേയറെ കാണാൻ പുറത്തു കാത്തിരുന്നവരെ കണ്ടില്ല. സഖാക്കളെയോ പ്രാദേശിക നേതാക്കളെയോ പരിഗണിച്ചില്ല. കൌൺസിലിൽ ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുത്തില്ല. ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത്ര കനത്തിൽ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ലെന്നും കൌൺസിലറുടെ ഓർമ്മപ്പെടുത്തൽ. ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ജൈവനാഡി ബന്ധമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ാക്കിയതെന്നും കുറ്റപ്പെടുത്തൽ. പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഗായത്രി ബാബുവിന്റെ പരസ്യ വിമർശനത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. അമ്മാതിരി പോസ്റ്റ് ഇടുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്തല്ലാതെ പുറത്തല്ലോ വിശദീകരിക്കേണ്ടത്. പുറത്തു പറയാനുള്ളത് മാത്രമേ പുറത്തു പറയേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്ന ഞാൻ പറഞ്ഞത്. അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പാർട്ടി വിശദമായിട്ട് പരിശോധിക്കും. മേയറോടും ആര്യയെ ഇതുവരെ പിന്തുണച്ചിരുന്ന നേതൃത്വത്തോടുമുള്ള ഒറ്റപ്പെട്ട വിമർശനമല്ല ഇന്ന് കണ്ടത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടി യോഗങ്ങളിലുണ്ടായ മുറുമുറുപ്പുകൾ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.